ജനസേവാ കേന്ദ്രങ്ങളിൽ നിന്നും സേവനങ്ങൾ ഒഴിവാക്കി സർക്കാർ ജനോപകാരപ്രദമായിരുന്ന കേന്ദ്രങ്ങൾ ഇതോടുകൂടി നോക്കുകുത്തികളായി മാറി. പൊതുജനങ്ങൾക്ക് ആശ്രയമായ കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടുവാനുള്ള നീക്കത്തിന്റെ ഭാഗമാണിതെന്നും സൂചനയുണ്ട്. സർക്കാരിന്റെ വിവിധ സേവനങ്ങൾ പൊതുജനങ്ങൾക്ക് വേഗത്തിൽ ലഭിക്കുന്നതിനും വൈദ്യുതി, ടെലിഫോൺ ഉൾപ്പെടെ ബില്ലുകളും വാഹന സംബന്ധമായ നിരക്കുകളും യൂണിവേഴ്സിറ്റി ഫീസുകൾ ഉൾപ്പെടെ പൊതുജനങ്ങൾക്ക് അടയ്ക്കുന്നതിനും ഫ്രണ്ട്സ് ഏകജാല കേന്ദ്രങ്ങൾ ഉപകരിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ ജൂൺ 30 വൈദ്യുതി ബില്ല് സ്വീകരിക്കുന്നത് നിർത്തലാക്കി സർക്കാർ ഉത്തരവിറക്കി. ഇതോടുകൂടി പൊതുജനങ്ങളേറെ ബുദ്ധിമുട്ടുകയാണ്. ഇടുക്കി ജില്ലാ ആസ്ഥാനമായ ചെറുതോണിയിൽ ഫ്രണ്ട്സ് കേന്ദ്രത്തിൽ ബില്ല് സ്വീകരിക്കാതെ വന്നതോടുകൂടി 50 രൂപ ഓട്ടോക്കൂലി നൽകി വഞ്ചിക്കവലയിലുള്ള KSEB ഓഫീസിൽ പോയി അടയ്ക്കേണ്ട ഗതികേടിലാണ് ജനങ്ങൾ. KSEB 3 മണി വരെ ബില്ല് സ്വീകരിക്കുകയുള്ളൂ. എന്നാൽ ഫ്രണ്ട്സ് അക്ഷയ കേന്ദ്രങ്ങൾ വൈകിയും ബില്ല് സ്വീകരിച്ചിരുന്നു. ഇത്തരം കേന്ദ്രങ്ങളിൽ അടയ്ക്കുന്ന പണം യഥാസമയം KSEBക്ക് ഉൾപ്പെടെ ലഭിക്കുന്നില്ല എന്നതിനാലാണ് ബില്ല് അടയ്ക്കുന്നത് നിരോധിച്ചത്. എന്നാൽ ഇത് ഇത്തരം കേന്ദ്രങ്ങളുടെ കുഴപ്പമല്ല. അടയ്ക്കുന്ന പണം സംസ്ഥാന IT മിഷനിലേക്കാണ് ലഭിക്കുന്നത്. അവിടെ നിന്നും യഥാസമയം വൈദ്യുതി ബോർഡിലേക്ക് നൽകാത്തതാണ് പ്രധാന കാരണം. IT മിഷന്റെ തെറ്റിന് ഏകജാല കേന്ദ്രങ്ങളുടെ സേവനം നിർത്തുന്നതിന് ന്യായീകരണമില്ല. ഇടുക്കിയിലെ മലയോര ഗ്രാമങ്ങളിൽ താമസിക്കുന്ന സാധാരണക്കാരായ ജനങ്ങൾക്ക് കറണ്ട് ബില്ല് അടയ്ക്കാൻ ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ അക്ഷയയിലും ഫ്രണ്ട്സിലുമൊക്കെ കറണ്ട് ബില്ല് അടയ്ക്കാമായിരുന്നു. അതിൻ്റെ അകത്ത് ഇപ്പം 40% ആളുകൾ ഓൺലൈനിൽ അടയ്ക്കുമ്പോഴും 60% സാധാരണക്കാർ നേരിട്ടാണ് കൊണ്ടേ അടയ്ക്കുന്നത്. ഇപ്പോൾ ചെറുതോണിയെ സംബന്ധിച്ച് ചെറുതോണിയിൽ നിന്ന് 3 കിലോമീറ്റർ സഞ്ചരിച്ച് വഞ്ചിക്കോല എത്തിയിട്ട് മാത്രമേ ഈ കറണ്ട് ബില്ല് അടയ്ക്കാൻ പറ്റുന്നുള്ളൂ. ഏകദേശം 3 മണിയോടുകൂടി അത് അവസാനിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ സാധാരണക്കാരന് അത് വളരെ ബുദ്ധിമുട്ട് നേരിടുന്നതുകൊണ്ട് ഗവൺമെൻറ് അടിയന്തരമായിട്ട് ഇടപെട്ട് നേരിട്ട് ഈ ഫ്രണ്ട്സിലും അക്ഷയയിലും അടയ്ക്കാനുള്ള ഒരു നടപടി സ്വീകരിക്കണമെന്ന് പൊതുജനങ്ങൾ. സേവനങ്ങൾ നിർത്തിയതോടുകൂടി ഫ്രണ്ട്സ് കേന്ദ്രങ്ങളിൽ തൊഴിലെടുക്കാതെ ശമ്പളം പറ്റേണ്ടി വരുന്നത് മാനസിക പിരിമുറുക്കത്തിനും കാരണമെന്ന് ജീവനക്കാരും പറയുന്നു. ചെറുതോണിയിൽ മാത്രം പ്രൊജക്ട് മാനേജർ, സർവീസ് ഓഫീസർമാർ, സെക്യൂരിറ്റി, സ്വീപ്പർ ഉൾപ്പെടെ 6 ജീവനക്കാരാണ് ഉള്ളത്. മറ്റ് കേന്ദ്രങ്ങളിലും സമാന രീതിയിൽ ജീവനക്കാരുണ്ട്. ബിജു വൈശൻ പറമ്പിൽ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി.